ഇങ്ങോട്ട് വന്നു. വിയറ്റ്നാമീസായിട്ട് മാറി. തൊപ്പിയൊക്കെ ഉണ്ട്, കഴുത്തേലിട്ടിട്ട് ഇരിക്കുകയാണ്. ഏതായാലും വന്നപ്പോൾ അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നല്ല സ്ഥലം കേട്ടോ, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും, നമ്മുടെ ഗവൺമെന്റിന്റെ കുഴപ്പമിതൊക്കെ. പക്ഷേ ഇത്രയൊന്നും പോപ്പുലർ ആയിട്ടില്ല. എത്രയോ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യം. എത്രയോ തോടുകളുണ്ട് പോലെ, വെറുതെ കിടക്കുന്ന തോടൊക്കെ നന്നാക്കി എടുത്താൽ തന്നെ നമ്മുടെ കാക്കനാടുള്ള തോട് തന്നെ വൃത്തിയാക്കി എടുത്താൽ ഇതിനപ്പുറം ഓടിക്കാം അല്ലേ. അവിടെ നിറച്ചും റക്കാ ക്ലബ്ബുകാർ മരം പിടിപ്പിച്ച പോലെ രണ്ട് സൈഡിലും മരം പിടിപ്പിച്ച് 3 കൊല്ലം കൊണ്ട് അത് അടിപൊളിയാക്കാവുന്നതാണ്. എന്തുമാത്രം പൈസ വിയറ്റ്നാമിലുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ആൾക്കാരും കൂടെ തീരുമാനിച്ചാൽ, ഓരോ ഗവൺമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിച്ചോണ്ട് പിന്നെ ഒരിക്കലും നടക്കുകയില്ല. ഇത് മീൻ പിടിക്കും. ഇതുകൊണ്ട് ഈ പനയുടെ പ്രത്യേകം കുറച്ചും കൂടെ പോയാലും അങ്ങോട്ട് ഉള്ളിൽ പോയ പൈസ കുറച്ച് കൊടുത്താലും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഏതായാലും പോണത്ര പോട്ടാലോ. ഉണ്ട്, കായ ഉണ്ടോ ഇതിവിടെയൊക്കെ ഉണ്ടായിട്ട് പ്രത്യേക ഫ്ലവർ പോയില്ല. ഇതിവിടെ ഉണ്ടായി. ഇതെല്ലാം ടൈപ്പ് ഓഫ് സാധനങ്ങൾ. ദൈവം സൃഷ്ടിച്ചേക്കുന്ന മഹാ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇത്രയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത്രയും ആൾക്കാർ ഇതുപോലെ ഇത്രയും കാണാത്തവരുണ്ട്. ഈ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അപാരത്തില്ല. ഓരോ മനുഷ്യനെ കാണുമ്പോൾ അറിയാമല്ലോ. മനുഷ്യൻ തന്നെ ഏതെല്ലാം തരത്തിലാണ്. ഓരോ മനുഷ്യർക്കും ഓരോ വ്യത്യാസമുണ്ട്. അവരവരുടെ ഫിംഗർ ടിപ്പ് എല്ലാവരുടെയും വേറെ വേറെ അറിയത്തിലുണ്ടായിരിക്കും. അയാള് ഫോട്ടോ എടുക്കുന്ന എക്സ്പെർട്ടാണ്. അടിപൊളി നല്ല സ്ഥലമല്ലേ.